ഇന്ന് 2026 ഏപ്രിൽ 18 ശനിയാഴ്ച. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഉച്ചവരെ. പക്ഷേ ആ ഉച്ച സമയമായപ്പോഴേക്ക് വലിയൊരു സങ്കടം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ചില സംഭവവികാസങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നതിനുള്ള പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇന്നലെ രാത്രിയോടുകൂടെ തുറക്കുന്നു. അതിലൂടെ കപ്പലുകളൊക്കെ കടന്നു പോകുന്നു. ലോകം സമാധാനത്തിലേക്ക് എത്തി എന്നുള്ള വാർത്തകളിലേക്കൊക്കെ വരുന്നു. ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത്രയും വലിയ ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ളൊരു നിമിഷം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഹോർമുസ് ആയിരുന്നല്ലോ ഒരു തവണയ്ക്ക് ശേഷം, ഒരു ഘട്ടത്തിന് ശേഷം പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. അതിൽ നിർണായകമായിട്ടുള്ളൊരു മാറ്റം എന്നുള്ളത് ഏവരെയും സന്തോഷിപ്പിച്ചിരുന്നു. അത് എന്നെയും സന്തോഷിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ IRGC, ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുകയാണ് എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നത് അമേരിക്കൻ ബ്ലോക്കേഡ്. അമേരിക്ക ഇറാന്റെ തുറമുഖം ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് അടച്ചിരിക്കുകയാണ്. ഇറാന്റെ ഒരു തുറമുഖത്തേക്കും, ചബഹാർ ഉൾപ്പെടെയുള്ള ഒരു തുറമുഖത്തേക്കും ഒരു കപ്പലുകൾക്കും അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ തങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. 20ഓളം കപ്പലുകളാണ് ഇതിനോടകം തന്നെ അമേരിക്ക തടഞ്ഞിട്ടുള്ളത്. ഇറാനിലേക്കുള്ള കപ്പലുകളാണ് ഇതെല്ലാം. ഹോർമുസ് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുന്ന കപ്പലുകളൊക്കെ തന്നെ പോകുന്നുണ്ടായിരുന്നു ഇന്നലെ ആ ഒരു അല്പസമയം, ആ ഒരു ബ്ലോക്കേഡ് മാറ്റി നിർത്തിയ സമയത്ത്. അതേസമയം ഇറാൻ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഇന്നലെ വെച്ചിരുന്നു. കാരണം അവർ വെച്ചിട്ടുള്ള മൈനുകൾ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ആ റൂട്ട് ഒഴിവാക്കിയിട്ട് ഇറാന്റെ തീരദേശത്തോട് കൂടെയുള്ള റൂട്ടിലൂടെ പോകണമെന്നും അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള പിരിവുകൾ അല്ലെങ്കിൽ അതിന് ടാക്സ് ഈടാക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ വന്നിരുന്നൊരു സംഭവം UAEയുടെ സ്കൂൾ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിലും ഇന്ന് രാവിലെ വലിയൊരു അപ്ഡേഷൻ വന്നിരുന്നു. അത് UAEയിൽ സ്കൂൾ ബസ്സുകൾ ഓടിക്കാം എന്നുള്ള ആ ഒരു വലിയ അപ്ഡേഷനാണ് വന്നിരുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സ്കൂൾ ബസ് ഓടിക്കുന്നതിൽ, അതുപോലെ തന്നെ സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ ഒരുപാട് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുരുന്നു മക്കളാണ്. അവരുടെ ആരോഗ്യത്തിനെക്കുറിച്ചും അവരുടെ ടെൻഷനെക്കുറിച്ചും അവരുടെ പേടിയെക്കുറിച്ചും ഒക്കെ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ UAEയിലെ ഗവൺമെൻറ് അധികൃതരും ഒക്കെ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ശ്രദ്ധ പുലർത്തിക്കൊണ്ടാണ് ഓരോ സ്കൂളുകളും തുറക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ ബസ്സുകളുടെ പ്രവർത്തനം നിയന്ത്രിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ അതിൽ മാറ്റം വന്നുകൊണ്ട് സ്കൂൾ ബസ്സുകൾ സാധാരണ നിലയിലേക്ക് ആകുമെന്നുള്ള പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അതും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനിടെ മറ്റു ചില കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കുമെന്നുള്ള കാര്യമാണ്. അത് സാധ്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറാന്റെ ആ യുറേനിയം കിട്ടാൻ വഴി അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ അത് സ്വന്തമാക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാന്റെ യുറേനിയം എന്ത് തന്നെയായാലും അമേരിക്കയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം ആ ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ചില ഉപാധികൾ ഇറാന് മേൽ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ യുറേനിയം ഉൾപ്പെടെയുള്ള ഉപാധികളായിരിക്കണം, ഹോർമുസ് യുറേനിയം തുടങ്ങിയ ഉപാധികളായിരിക്കണം. അത് ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ ഈ 22-ാം തീയതി ബുധനാഴ്ചയോടുകൂടെ വെടിനിർത്തൽ അവസാനിക്കുമെന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അതില്ലെങ്കിൽ അന്ന് വെടിനിർത്തൽ അവസാനിപ്പിക്കും, അതോടുകൂടെ യുദ്ധം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ള കാര്യവും ആ ഒരു ഭീഷണിയും ട്രംപ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ ഒരു കാര്യങ്ങളോട് ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, യുറേനിയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ല, അത് അമേരിക്കയ്ക്ക് വിട്ടു നൽകില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന പല കാര്യങ്ങളും കള്ളമാണ് എന്നുള്ള കാര്യവും ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഇതിനൊപ്പം തന്നെ ഈ ഹോർമസ് കടലിടുക്ക് തുറന്നതിനോട് കൂടെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു സംഭവം കൂടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് ഈ കിഴക്കൻ ഭാഗത്ത് ഈ എയർ സ്പേസ് തുറന്നു എന്നുള്ളതാണ്. അതും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ, അവരൊക്കെ ഇറാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മേഖല തുറന്നു കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇറാന്റെ ആ ഒരു എയർ സ്പേസ് ഒക്കെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ യാത്രയ്ക്ക് വളരെ എളുപ്പത്തിലാകാൻ കഴിയും. അങ്ങനെ ഒരുപാട് സംഭവവികാസങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അത് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എയർ കാനഡയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അവർ അമേരിക്കയിലേക്കുള്ള ചില വിമാന സർവീസുകൾ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം ജെറ്റ് ഫ്യൂവലിൻ്റെ അഭാവമാണ്. നമുക്കറിയാം ജെറ്റ് ഫ്യൂവൽ എന്നുള്ളത് വളരെ വലിയ ഒരു ഷോർട്ടേജ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലോകത്ത് പലയിടത്തും വിമാന കമ്പനികൾ സർചാർജ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പലയിടത്തും ജെറ്റ് ഫ്യൂവൽ കിട്ടാനില്ല. പല
വിമാന കമ്പനികളുടെയും പ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട്. യൂറോപ്യൻ വിമാന കമ്പനികൾ, ഏഷ്യൻ വിമാന കമ്പനികൾ ഉൾപ്പെടെയുള്ള പല കമ്പനികളെയും ഇത് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാനഡയിലും ഇത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്കും ഈ ഒരു ജെറ്റ് ഫ്യൂവലിൻ്റെ പ്രശ്നം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിന് കൂടെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങാൻ കൂടുതൽ ഇളവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ഈ റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത്. ഇതിന് പിന്നാലെ പിന്നെ ഈ ഇറാൻ്റെ പ്രശ്നം വന്നതോടുകൂടെ ഈ റഷ്യൻ ഉപരോധം മാറ്റിക്കൊണ്ട് റഷ്യൻ എണ്ണ വാങ്ങാൻ കൂടുതൽ രാജ്യങ്ങൾക്ക് അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധത്തിലൊരു സമാപനമില്ലാത്ത പശ്ചാത്തലത്തിൽ വീണ്ടും ആ ഒരു ഉപരോധത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്, അത് നീട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ ഒരു വലിയ പരാമർശം തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് അവർ സുരക്ഷയല്ല നോക്കുന്നത്, ഇസ്രായേൽ നോക്കുന്നത് അവരുടെ സുരക്ഷയല്ല, അവർ കൂടുതൽ ലാൻഡാണ് നോക്കുന്നത് എന്നുള്ളൊരു പരാമർശമാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ലെബനോനിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ്. കാരണം ലെബനോനിൽ തെക്കൻ ഭാഗത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇറാൻ അവരുടെ ആ കേന്ദ്രങ്ങളിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. 10 ദിവസത്തെ വെടിനിർത്തലാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര രംഗത്തുള്ള പല ആളുകളും പറയുന്നത് അതൊരു ദുർബലമായിട്ടുള്ള വെടിനിർത്തലാണ് എന്നുള്ളതാണ്. കാരണം ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ലെബനോനിൽ നിന്ന് പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ശബ്ദം കേട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അവിടെയൊക്കെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി ഇനി അടുത്തൊരു ദിവസം.